الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا സത്യവിശ്വാസികളായ സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെപ്പറ്റി ഓർത്തും അതിനുവേണ്ടി ഒരുങ്ങിയും ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അനുഗ്രഹത്തിനും അർഹരാവുന്ന വിധം മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. ഒരു വിശ്വാസി ഒരു ദിവസം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ ക്രമപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഓരോ ദിവസവും നമുക്ക് കഴിഞ്ഞു പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഹുബ്ബക, നിന്റെ സ്നേഹം, നിന്റെ കൃപ, നിന്റെ ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഹുബ്ബ മൻ അഹബ്ബക, നീ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, നിന്നെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ സ്നേഹവും റബ്ബേ നീ എനിക്ക് നൽകണം. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, അതിന് എന്നെ അർഹമാക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, അതെൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും, എൻ്റെ സമയത്തിന് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും, എൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും,
ആ കാര്യങ്ങളെ സ്നേഹിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ എന്നൊരു പ്രാർത്ഥന സുപ്രസിദ്ധമാണ്. എന്തിനാണ് അള്ളാന്റെ ഹുബ്ബ്? സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമെന്നത് അവന്റെ വിവാഹമല്ല, അവന്റെ വിദ്യാഭ്യാസമല്ല, അവന്റെ ഔദ്യോഗിക ജീവിതമല്ല, മറിച്ച് അവന്റെ മരണമാണ്, അവന്റെ ഖബർ ജീവിതമാണ്, അവന്റെ മഹ്ശറയാണ്, അവന്റെ വിചാരണയാണ്, അവന്റെ സിറാത്തിലൂടെയുള്ള യാത്രയാണ്. ഇവിടെയൊക്കെ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ത് എന്ന് ലോകത്തൊരാൾക്കും വിശദീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ശ്മശാനത്തിൽ പോകണം, അവിടെ കിടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താന്ന് ആർക്കറിയാം? എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടെ പഠിച്ച 2 കൂട്ടുകാർ കൊറോണയിൽ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ അമ്മന്റെ ഖബറിന്റെ അടുത്ത് പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്ത പോലെ ഖബറ്. ഞാനിങ്ങനെ ആലോചിക്കും, പടച്ചോനെ, കളിച്ചു നടന്ന ആളുകൾ ഓരോ അവസ്ഥ എന്താണ് പറയാൻ കഴിയില്ല. മരിക്കുന്ന സമയത്തൊരു മനുഷ്യന്റെ ശാരീരിക മാനസിക അവസ്ഥ എന്താണ് ഒരാൾക്കും പറയാൻ കഴിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, ആയിഷ, ഒരു മനുഷ്യൻ ഏറ്റവും ദുർബലനാകുന്നത് എപ്പോഴാണ് എന്ന് നിനക്കറിയാമോ? അവർ പറഞ്ഞു, അറിയില്ല. എങ്കിൽ പഠിച്ചോ, മരിക്കുന്ന സമയമാണ്. മെഡിക്കൽ സയൻസ് പരാജയപ്പെടും. ലോകത്ത് ഒരാൾക്കും നിന്നെ വാക്കുകൊണ്ടോ സാന്നിധ്യം കൊണ്ടോ നോട്ടം കൊണ്ടോ ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു കാലം. നിനക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടോ ആംഗ്യം കാണിച്ചുകൊണ്ടോ അന്യരോട് ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു സമയം. അള്ളാഹ്ക്കല്ലാതെ എന്നെ സഹായിക്കാൻ കഴിയില്ല ആയിഷ. ആ സമയത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾ ബുദ്ധിമുട്ടാകുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അള്ളാഹ് സഹായിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് പ്രയാസപ്പെടുന്നത് കണ്ടാൽ നമ്മൾ സഹായിക്കൂലേ? അതെ. അതുകൊണ്ട് അള്ളാന്റെ ഹുബ്ബ് നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഭാര്യന്റെ ഹുബ്ബ് നേടിയിട്ട് കാര്യമല്ല, അവൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. മക്കളുടെ ഹുബ്ബ് നേടിയിട്ട് കാര്യമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ അതുപോലെ. എനിക്ക് അള്ളാഹുവിന്റെ ഹുബ്ബ് കിട്ടണം. അള്ളാന്റെ ഹുബ്ബ് കിട്ടിയാൽ അള്ളാഹ് ഹുബ്ബ് ചെയ്ത സ്നേഹിച്ചൊരു മനുഷ്യനെ ഒരു നിലക്കും അള്ളാഹു പ്രയാസപ്പെടുത്തൂല. സഹായിക്കുമെന്ന്, മരണസമയത്ത് സഹായിക്കുമെന്ന്, ഖബറിൽ സഹായിക്കുമെന്ന്, മഹ്ശറയിൽ സഹായിക്കുമെന്ന്, വിചാരണ സമയത്ത് സഹായിക്കുമെന്ന്, സിറാത്തിൽ സഹായിക്കുമെന്ന് ഖുർആൻ ആദ്യാവസാനം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അടിസ്ഥാനപരമായി ഒരു ദിവസം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ ജീവിതം കൊണ്ട് ഞാൻ നേടേണ്ടത് അള്ളാഹുവിന്റെ ഹുബ്ബാണ്. അതിനെന്താ വേണ്ടത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹ്ക്ക് സമർപ്പിക്കണം. ഉമ്മ എന്ന വികാരം, ഉമ്മ ഒരു വ്യക്തിയിൽ നിന്ന് മാറി ഒരു വികാരമായി നമുക്ക് മാറാനുള്ള കാരണം എന്താ? ഉമ്മയുടെ ത്യാഗമാണ്, അല്ലേ? നിനക്ക് അള്ളാഹുന്റെ റസൂലെ, എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് എന്ന ചോദ്യത്തിന് 3 പ്രാവശ്യം ഉമ്മുക്ക 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 എന്ന് പറയാൻ ഏക കാരണം എന്താ? ഉമ്മയുടെ മുഴുവൻ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തളർച്ചയും മാറ്റിവെച്ച് അവർ നമുക്ക് വേണ്ടി സമർപ്പണം നടത്തി എന്നതാണ്. മുഹാജിറുകളും അൻസാറുകളും ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും ഉന്നതരാവാൻ കാരണം അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് അള്ളാന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചു എന്നതാണ്. സ്വാഭാവികമായി അള്ളാഹുവിന്റെ ഹുബ്ബ് കിട്ടാൻ ഒരു വഴി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹ്ക്ക് സമർപ്പിക്കുക എന്നതാണ്. അതിലാണ് തഹജ്ജുദ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്തുള്ള പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. നമ്മൾ ആഗോള വിഷയം ഖുത്ബ പറയാൻ തുടങ്ങി ഒരുപാട് കാലമായി. ഒരു കാര്യമില്ലല്ലോ. ആരെങ്കിലും ഗുണപാഠം സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളൊരു ദിവസം എങ്ങനെ ചെലവഴിക്കണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മരണമാണ് പ്രശ്നം, നമ്മുടെ ഖബറാണ് പ്രശ്നം, നമ്മുടെ മഹ്ശറയാണ് പ്രശ്നം. അതിനൊന്നാം സ്ഥാനം കൊടുക്കണം. അതിന്റെ എല്ലാ കാര്യങ്ങളും അടിമുടി മനസ്സിലാക്കുകയും വേണം. ആ സമയത്തുള്ള പ്രാർത്ഥന, അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരടിമ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. നൽകാൻ അവൻ ബാധ്യസ്ഥനാണ്. അവൻ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. നിങ്ങൾക്കറിയോ, ബദറിന്റെ തലേ രാത്രി ഇസ്ലാം ഇവിടെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന യുദ്ധമായിരുന്നു ബദർ. പരിശുദ്ധ ഖുർആൻ ബദറിനിട്ട പേര് യൗമുൽ ഫുർഖാൻ, സത്യ വിവേചക ദിവസം എന്നാണ്. ഖുർആൻ പരാമർശിച്ച യുദ്ധമാണ് ബദർ യുദ്ധം. ബദരീങ്ങൾ എന്ന് പറയുന്നത് മറ്റ് യോദ്ധാക്കളിൽ നിന്ന് അള്ളാഹു ഏറെ ആദരിച്ചവരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോവാൻ തീരുമാനിച്ചപ്പോ ആദ്യമായി ചെയ്തത് ബദറിൽ മരിച്ചുപോയ സ്വഹാബികളിൽ ഓരോരുത്തരുടെയും ഖബറിനരികിൽ പോയി ദീർഘമായി യാത്ര പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ബദറിന്റെ തലേ രാത്രി ഒരുപോലെ കണ്ണടക്കാത്ത മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ബദറിൽ വിശ്വാസം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ബദറിന്റെ തലേ രാത്രി അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയതാ. എല്ലാവരും കാണെ ഒരു ടെന്റ് കെട്ടി അതിന്റെ മുകളിൽ കയറി 2 കൈയും മേൽപോട്ട് ഉയർത്തി കക്ഷത്തിലെ വെളുപ്പ് പുറത്ത് കാണുന്ന വിധം ഉയർത്തി തന്റെ പുറത്തിട്ട തട്ടം മേൽക്കോട്ട് വീണു പോകുന്ന അവസ്ഥയിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ പറ്റി ഖുർആൻ പറഞ്ഞു, ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. പ്രവാചകരെ, താങ്കൾ എന്നോട് സഹായം തേടിയ സന്ദർഭം പിറ്റേ ദിവസം ആയിരക്കണക്കിന് മലക്കളിറക്കി ഞാൻ നിങ്ങളെ സഹായിച്ചു. പ്രാർത്ഥിച്ചു, അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹുമ്മ ഇന്നഹും ഹുറാത്തുൻ ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫശ്ബിഉഹും, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലം തുഅബദ് ഫിൽ അർളി അബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരൾ പൊട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഈ പാവപ്പെട്ട സ്വഹാബികൾ ചെരുപ്പില്ലാത്തവരാണ് റബ്ബേ, അവരെ നീ വഹിക്കണം. കാല് പൊട്ടി ആ പൊട്ടിയ മുറിവിലേക്ക് മണൽ കയറി ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഇട്ട കുപ്പായ അഴിച്ച് കീറി കാല് കെട്ടിട്ടാ നടക്കുന്നത്. ഈ മനുഷ്യരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും. ഉറാത്തുൻ, ഡ്രസ്സില്ലാത്തവരാ, ഡ്രസ്സോടെ പോയി കീറി കാല് കെട്ടിപ്പോയി. അതുകൊണ്ട് ഫക്സുഹും, അവർക്ക് നീ വസ്ത്രം നൽകണം. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അവർ വിശക്കുന്നവരാണ് റബ്ബേ, ഭക്ഷണം നൽകണം. അല്ലാഹ് സ്വീകരിച്ചില്ലേ? അല്ലാഹ് സഹായിച്ചു. ഞാൻ ഇത് പറഞ്ഞതിനറിയോ? ആ സമയത്തുള്ള ദുആ. 2, ആ സമയത്തുള്ള ഖുർആൻ പാരായണം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. തഹജ്ജുദിന്റെ സമയത്ത്, സുബ്ഹിന്റെ മുമ്പ്, സുബ്ഹി നമസ്കാരത്തിൽ, സുബ്ഹിന്റെ ശേഷം, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഓതുന്ന ഖുർആനെ പറ്റി അല്ലാഹ് പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ആ സമയത്തുള്ള ഖുർആൻ പാരായണം മറ്റ് സമയങ്ങളിലെ പാരായണം പോലെയല്ല. മറ്റു സമയങ്ങളിലെ പാരായണം പുണ്യകർമ്മമാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, എന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ. അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിയില്ല സഹോദരന്മാരെ. നമ്മൾ ജീവിതത്തിൽ ഒരു ഖുർആനിൽ ഇത്ര ഭാഗം ഓതിട്ടേ കിടക്കൂ എന്ന തീരുമാനമുണ്ടോ? ഇല്ല. പള്ളിയിൽ വന്നു, കുറച്ച് നേരത്തെ കേറിപ്പോയി അറിയാതെ. ഇഖാമത്ത് കൊടുക്കാൻ 5 മിനിറ്റ് ഉണ്ട്. അപ്പൊ ചിത്രം നോക്കണവരൊന്ന് മറച്ചു നോക്കുന്നത് എന്താ സാധനം അല്ലേ? ആ കാണുന്ന ഒരു 3-4 ചില ആൾക്ക് അങ്ങനെയും പരിപാടിയില്ല. ആ പരിപാടിയില്ല, വന്നങ്ങനെ ഇരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1 മാസം കൊണ്ട് ഖുർആൻ ഓതി തീർത്തില്ലെങ്കിലേ ഖുർആൻ പരലോകത്ത് നമുക്കെതിരായി സാക്ഷി നിൽക്കും. 1 മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുക എന്നൊരു കൃത്യമായ അജണ്ട എന്റെ സംസാരം കേൾക്കുന്നവരിൽ എത്ര ആൾക്കുണ്ട്? 1. രണ്ടാമത്തതോ, പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, അത് പ്രത്യേകമായി സാക്ഷി നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിറ. 25 കൊല്ലം മുമ്പ് ഒരു മുസ്ലിം വീട്ടിന്റെ പിൻഭാഗത്ത് മഗ്രിബ് നമസ്കാര ശേഷം പോയി നിന്നാൽ കേൾക്കുന്ന ശബ്ദം, കൊച്ചുകുട്ടികൾ ഉസ്താദിന് നാളെ ഓതിക്കൊടുക്കേണ്ട ഖുർആന്റെ ഭാഗം തപ്പി തടഞ്ഞു ഓതുന്ന ശബ്ദമാണ് കേൾക്കുക. കുട്ടികൾ ഓതുകയാണ്. ഉമ്മ എവിടെ ഉണ്ടാവുക? ഉമ്മ നിസ്കാരപ്പായല ഉണ്ടാവുക. അതിന്റെ ഇശാ കഴിയാണ്ട് നിസ്കാരപ്പായ കഴിച്ചേക്കൂല, ദിക്റില്ല. പാപ്പ എവിടെ ഉണ്ടാവുക? പള്ളിയിൽ. പാപ്പ എപ്പോഴാ വരിക? ഇശായും കഴിഞ്ഞിട്ടാ വരിക. അങ്ങനെ ഒരു ഉമ്മനെ, അങ്ങനെ ഒരു ബാപ്പനെ, അങ്ങനെ ഒരു വീട് നിങ്ങൾ കാണിച്ചു തരുമോ? ലാ തജ്അലു ബുയൂതകും മഖാബിറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്. ഒരു വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടിയകലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. 3 പാടായി. 1, മക്ബറയിൽ ഖുർആനോത്തില്ല എന്ന് മനസ്സിലായി. നിങ്ങളെ വീട് മക്ബറ ആക്കരുതെന്ന് പറയാൻ അർത്ഥം ഖുർആൻ ഓതാത്ത സ്ഥലം ഏതാ? മക്ബറ. അപ്പൊ മക്ബറയിൽ ഇതില്ല, ഖുർആനോത്തില്ല. 2, സൂറത്തുൽ ബഖറയുടെ പ്രാധാന്യം. അതിൽ നിന്ന് ഏതാനും ആയത്തുകളെങ്കിലും നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പിശാചിന്റെ ഉപദ്രവം നടന്നത് എടുത്തുകൊണ്ടുപോയി എറിയലല്ല, ദുർബോധന ഉണ്ടാവില്ല.
ചീത്ത ചിന്താഗതി ഉണ്ടാവൂല, എല്ലാം നല്ല നിലക്ക് വരും എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ വീട്ടിൽ പൈശാചിക സ്വാധീനം ഉണ്ടാവൂല, ഖബറുകൾ ഖുർആനോത്തില്ല, സൂറത്തുൽ ബഖറയുടെ പ്രാധാന്യം മനസ്സിലായി. ഇത് ഞാൻ സന്ദർഭം അനുസരിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഖുർആൻ പൊതുവെ ഓതുന്നത് ഏറ്റവും പുണ്യകരമാണ്. എന്നാൽ പ്രഭാത സമയത്ത് ഓതുന്ന ഖുർആൻ നമുക്ക് വേണ്ടി പ്രത്യേകമായി സാക്ഷി നിൽക്കും. അധ്വാനിച്ചാലേ കിട്ടുള്ളൂ എന്നാ മനസ്സിലാക്കരുത്. സ്വർഗം അധ്വാനിച്ചാലേ കിട്ടുള്ളൂ. നമ്മളെ നിലപാടെന്താ അറിയോ? അതൊക്കെ വെറുതെ കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഹജ്ജിന് പോയി 57 ആളെയും കൊണ്ട്. ഹജ്ജെല്ലാം കഴിഞ്ഞു, വിടവാങ്ങൽ തവാഫടക്കം കഴിഞ്ഞു, പിന്നെ ലഗേജ് കെട്ടുകയാണ്. ഈ ലഗേജ് കെട്ടുമ്പോ ഒരു ചങ്ങായി അദ്ദേഹം ഒരു 10-25,000 രൂപയുടെ സാധനം വാങ്ങി പാക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം മൂപ്പറിന്റെ ചെവി വന്ന് ചോദിക്കുകയാണ്, ഖുർആൻ പരിഭാഷ എവിടെ വെറുതെ കിട്ടുക? അത് വെറുതെ കിട്ടണം. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. സ്വർഗം വെറുതെ കിട്ടണം. മതപരമായ അറിവ് അത് മദ്രസയിൽ പഠിച്ച 5 ക്ലാസ് അതിന്റെ ധാരാളം മതി. ദുനിയാവോ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഏതിനാ പ്രാധാന്യം സഹോദരന്മാരെ? സുജൂദിന്റെ ഇടയിൽ അള്ളഹാനോട് ചോദിക്കുന്ന ഒരു 5-6 കാര്യമുണ്ട്. റബ്ബി ഗഫിർലി വർഹംനി, അല്ലേ? അതിൽ 2 കാര്യം, ഒന്ന് വഹ്ദിനി വർസുഖ്നി, എനിക്ക് ഹിദായത്ത് തരണേ റബ്ബേ, എനിക്ക് ഭക്ഷണം തരണേ റബ്ബേ. ഭക്ഷണം തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച് വീട്ടിലിരിക്കല്ല, മണിക്കൂറുകൾ അധ്വാനിക്കും. എന്നാൽ ഹിദായത്ത് കിട്ടാൻ സഹോദരന്മാരെ നമ്മൾ ഒരു ദിവസം എത്ര സമയം പരിശ്രമിക്കാറുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കി. ഇത് നമ്മളൊരു നിലപാടാണ്. അതല്ല വേണ്ടത്, സമർപ്പിക്കണം. ഏറ്റവും സുഖമുള്ള ഉറക്കം മാറ്റി റബ്ബിന്റെ വരവിൽ സന്തോഷിച്ച് നമസ്കരിച്ചും പ്രാർത്ഥിച്ചും സ്വീകരിക്കണം. അവരെ അല്ലാഹു സ്നേഹിക്കും, സംശയമില്ല, യാതൊരു സംശയ വിഷയത്തിലില്ല. അബ്ദുള്ള റളിയല്ലാഹു അൻഹു സഹാബിയാണ്. 5 നേരം പള്ളിയിലുണ്ടാവും, നന്നായി ഖുർആൻ ഓതും, എല്ലാ ദീനീ രംഗത്തും ഉണ്ടാവും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, നിഅമൽ അബ്ദു അബ്ദുല്ലാഹ്, അബ്ദുള്ള നല്ല മനുഷ്യനാട്ടോ. ഇദാ ഖാമ ഫിൽ ലൈൽ, തഹജ്ജുദും കൂടിയാണ് തുടങ്ങേണ്ടിയിരുന്നു. എന്തൊക്കെ ഉണ്ടായിട്ടും ഇതില്ലാഞ്ഞാൽ ഒരു പോരായിക. എല്ലാ നന്മയിലുണ്ട്, പക്ഷെ തഹജ്ജുദ് നിസ്കരിക്കില്ല എന്ന് റസൂൽ അറിഞ്ഞപ്പോ പറഞ്ഞതാ. നല്ല മനുഷ്യനാ, 5 നേരം പള്ളിയിലുണ്ടാവും ഖുർആൻ, പക്ഷെ ഇതും കൂടിയാണ്, അതൊരു പൂർണ്ണതയാണ്. അതുണ്ടെങ്കിലേ പൂർത്തിയാവൂ. അവിടെ നിന്നാണ് നമ്മൾ ഒരു ദിവസം ആരംഭിക്കേണ്ടത്. റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിനെ, ഒരു മകനെ, ഒരു ബാപ്പനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ പ്രാർത്ഥിച്ചു വെച്ചു, ഇനി നമ്മൾ അയക്കാണ്ട് ചേർന്നാ മതി. ഒരു വീട്ടിലെ പുരുഷൻ, അത് ഭർത്താവാകാം, അത് മകനാവാം, അത് വാപ്പയാവാം. എന്താണ് പ്രശ്നം? അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുക. അയാൾ രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു, അയാൾ തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഭാര്യ കടന്നുറങ്ങുന്നു, മക്കൾ കടന്നുറങ്ങുന്നു. സ്വാഭാവികമാണ്. അവരെ വിളിച്ചുണർത്തി, ഉണരുന്നില്ല. കാരണം ഏറ്റവും നല്ല ഉറക്കമുള്ള സമയമാണ്. അപ്പൊ ലേശം വെള്ളം കുടഞ്ഞു. എന്തിന്? ബുദ്ധിമുട്ടാക്കാനല്ല. ഈ നമസ്കാരത്തിന്റെ പ്രതിഫലം എന്റെ ഭാര്യ സന്താനങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന് കരുതി അവരെ വിളിച്ചുണർത്തി തഹജ്ജുദ് നമസ്കരിച്ച ബാപ്പനെ, അല്ലെ ഭർത്താവിനെ, അല്ലെങ്കിൽ മകനെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ എന്നാ. തീർന്നില്ല. വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ, അത് ഭാര്യയാവാം, അത് ഉമ്മയാവാം, അത് സഹോദരിയാവാം, മകളാവാം, അവളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താ വിഷയം? ഖാമത്ത്, അവൾ എഴുന്നേറ്റു. സ്വല്ലത്ത്, അവൾ നമസ്കരിച്ചു. മകൻ കിടന്നുറങ്ങുന്നു, ബാപ്പ കിടന്നുറങ്ങുന്നു, ഭർത്താവ് കിടന്നുറങ്ങുന്നു. ഉറങ്ങിക്കോട്ടെ, നിർബന്ധ നിസ്കാരമൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ സുബീഖിനെ വിളിച്ചാണീക്കാത്ത മനുഷ്യനെ നീ തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ല, എഴുന്നേൽപ്പിച്ചു, എണീക്കണില്ല, വെള്ളം കുടഞ്ഞു. എങ്ങനെ ഉണ്ടാവും വെള്ളം കുടഞ്ഞാല്? എന്റെ ഭർത്താക്കന്മാര് പറയും, നിങ്ങളെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാൽ അവളെ തഹജ്ജുദ് എവിടുന്ന? ആംബുലൻസിൽ നിന്നാണോ ആശുപത്രിയിൽ നിന്നാണോ? എഴുന്നേൽപ്പിച്ചു, നമസ്കരിപ്പിച്ച ആ ഭാര്യയെ, ആ ഉമ്മയെ, ആ സഹോദരിയെ, ആ മകളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക് ഹുബ്ബ മൻ അഹബ്ബക് വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. നിന്റെ ഹുബ്ബിലേക്ക് എനിക്ക് എത്തിപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് കെട്ടുമാറാണ് സഹോദരങ്ങളെ നമസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് തഹജ്ജുദിലാവണം. എഴുന്നേൽക്കുമ്പോഴുള്ള 5 സുന്നത്തുകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്.
ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വാഭാവികമായി ഉളു ചെയ്യണം. ഉളു എന്താണ്? ഉളു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പല സദസ്സിന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ശുദ്ധീകരണം, ശുദ്ധീകരണം. ആരെ പറഞ്ഞു? ശുദ്ധീകരണം എന്നതിന് അറബിയിൽ ത്വഹാറത്ത് എന്നാ പറയാം. പിന്നെന്താ ഉളുവിന്റെ അർത്ഥം? പ്രകാശം. ഉളുവിന്റെ അർത്ഥം പ്രകാശം. എങ്ങനെ പ്രകാശം അർത്ഥം വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് അദ്ദേഹത്തിന്റെ ഉമ്മത്തികളെ ഹൗലിന്റെ അടുത്ത് വെച്ച് കണ്ടാൽ തിരിച്ചറിയില്ല. എങ്ങനെയാ? സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ നമ്മളൊന്ന് കണ്ടിക്കണ്, അപ്പൊ പരലോകത്ത് എത്തിയാൽ ഞാൻ ആരാ നിങ്ങൾ ആരാന്നൊക്കെ മനസ്സിലാവും. ഇനി അവസാന കാലം വരുന്ന താങ്കളുടെ ഉമ്മത്തീങ്ങളെ നിങ്ങൾ ഹൗദുൽ കൗസറിന്റെ അടുത്ത് എങ്ങനെയാ തിരിച്ചറിയാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർറം മുഅജ്ജിലീന, ഉളൂഇന്റെ അവയവം പ്രകാശിക്കും. അപ്പൊ ഉളൂ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പദമാണെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ അർത്ഥം പ്രകാശം. നമ്മളെ അവയവങ്ങൾ പ്രകാശിക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ തിരിച്ചറിയാൻ. ഇപ്പൊ നമ്മളെല്ലാവരും ഒതുണ്ടാക്കിയല്ലോ, ഒതുണ്ടാക്കി. എന്താണ് ഉളൂ എന്ന് നിങ്ങൾക്ക് അറിയോ? അതിന്റെ പ്രാധാന്യം എന്താ? ഏതൊരു കർമ്മവും അള്ളാന്റെ അടുക്കൽ ഏറ്റവും മികച്ച രൂപത്തിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ കാര്യത്തെ പറ്റി 3 കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രവർത്തനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. 2, എന്തിനാണ് അതിന്റെ പ്രാധാന്യം, അത് ചെയ്താൽ കിട്ടുന്ന കൂലി, അത് ശരിയായില്ലേ ഉണ്ടാകുന്ന അപകടം മനസ്സിലാക്കണം. 3, അതെങ്ങനെയാണ്. 1, എന്താണ്. 2, എന്തിനാണ്. 3, എങ്ങനെയാണ്. ഇത് പഠിക്കാത്ത ഒരു അമലും ശരിയാവില്ല. സ്വാഭാവികമായി ഉളുവിനെ പറ്റി പഠിക്കാം. എന്താണ് നമ്മൾ ഒതുണ്ടാക്കുന്നത്? പല ആളുകൾ ഒതുണ്ടാക്കാൻ എന്താ? ആ വരുമ്പം പറഞ്ഞ വർത്താനം ഇങ്ങനെ പറയും, പൊട്ടിച്ചിരിക്കും, എല്ലാ വർത്താനം പറയും. അതിന്റെ അടുക്ക് ഇങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ വെള്ളം മറ്റവന്റെ മുഖത്തേക്ക് ഇങ്ങനെ തെറിക്കും. അതിലപ്പുറമൊന്നുമില്ലല്ലോ. സഹോദരന്മാരെ, ഉളുവിന്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിന് എത്ര വാതിലുണ്ട്? 8 വാതില്. നരകത്തിനോ 9 വാതില്. 7 വാതിൽ, സോറി. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകൾ, നമസ്കാരത്തിനൊരു വാതിലുണ്ട്, നോമ്പിന്റെ വാതിൽ പിന്നെ എല്ലാവർക്കും അറിയാം, റയ്യാൻ. സദഖക്ക് ബാബു സദഖ, ജിഹാദിന് ബാബുൽ ജിഹാദ്, ഹജ്ജിന് ബാബുൽ ഹജ്ജ്. നിസ്കരിച്ചാല് നിസ്കാരത്തിന്റെ വാതിൽ തുറക്കും, നോമ്പ് നോറ്റാല് റയ്യാൻ എന്ന കവാടം തുറക്കും, ഹജ്ജ് ചെയ്താൽ ഹജ്ജിന് അവർക്കുള്ള വാതിൽ തുറക്കും, അല്ലേ? ഈ 8 വാതിലും തുറക്കുന്ന ഒരു കർമ്മമുണ്ട്. ആ കർമ്മം അല്ലാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ചെയ്ത് എങ്കിൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടും. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഒന്നാണ് സഹോദരങ്ങളെ ഉളൂ. ആ ഒരു ഗൗരവം, ആ ഒരു പ്രാധാന്യം, അത് ചെയ്യുമ്പോഴുള്ള അവധാനത, ശ്രദ്ധ, ഇതൊക്കെ പാലിച്ചുകൊണ്ടാണോ പൊതുണ്ടാക്കിയത്? ആണോ? അല്ല. ഉണ്ടാക്കിക്കിട്. ശരിയായിണോ? ശരിയായി ഉണ്ടാവും. എല്ലായിടത്തും നന്ദിയോ? നന്ദി ഉണ്ടാവും. ഉണ്ടോ? അറിയില്ല. എന്തേ കാരണം? എന്താണെന്നറിയില്ല, എന്തിനാന്നറിയില്ല, എങ്ങനെയെന്നും അറിയില്ല. നിങ്ങൾ നോക്കൂ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. സൂറത്തു സുമർ. സുമർ എന്ന വാക്കിന്റെ അർത്ഥം എ ക്രൗഡ്, ഒരു സമൂഹം, ഒരു സംഘം, ഒരു കൂട്ടം എന്നാണ്. ആ ഖുർആന്റെ ആ സൂറത്തിന്റെ അവസാനത്തിൽ തഖ്വയുള്ള മനുഷ്യരെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വിശദീകരിക്കുന്നു. നല്ലോണം കേട്ടോളിട്ടോ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. അല്ലാഹുവിൽ തഖ്വയോടുകൂടി ജീവിച്ച ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ അവർ സ്വർഗത്തിന്റെ കവാടത്തിലെത്തുമ്പം വഫുതിഹത് അബ്വാബുഹാ. ആ വാവിന്റെ അർത്ഥം എന്താ അറിയോ? വാവ് സമാനിയ, 8ന്റെ വാവ്. 8 വാതിലും തുറക്കുന്ന ആ വാവിന്റെ അർത്ഥം വാവ് സമാനിയ എന്നാ പറയാ. 8ന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടുന്ന അപൂർവ കർമ്മങ്ങളിൽ ഒന്നാണ് ഇപ്പം നമ്മൾ ചെയ്ത വുളൂ. ആ ഒരു പ്രാധാന്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എൻ്റെ ഈ വുളൂ എന്ന് പറയുന്ന കർമ്മം ഞാൻ ചെയ്യുന്നതോടുകൂടി എൻ്റെ മുമ്പിൽ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവല അദുല്ലുക്കും അലാമാ യംഹുല്ലാഹു ബിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന വയർഫഉ ബിഹി ദറജാത്ത്, അള്ളാന്റെ അടുക്കൽ നിങ്ങളെ പദവി ഉയർത്തുന്ന ഏതാനും കർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്ത്? നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ ഇല്ലാതാവും, അള്ളാന്റെ അടുക്കൽ നിങ്ങളെ സ്ഥാനം ഉയരും. അങ്ങനെയുള്ള ഏതാനും കർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാ. നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? അതൊക്കെ പരലോകത്തെ കാര്യം. ഇവിടെ വല്ല ബിസിനസ് ഉണ്ടേ പറയുന്ന, ഇവിടെ കിട്ടുന്ന വർത്താനം ഉണ്ടേ പറയുന്ന. സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ പറയും. അപ്പൊ ആദ്യം പറഞ്ഞത് ഇസ്ബാഗുൽ വുളൂ അലൽ മകാരിഹ്. നല്ലോണം കേൾക്കണം കേട്ടോ. ഇസ്ബാഗുൽ വുളൂ എന്നാ. എങ്ങനെങ്കിലും ആയിട്ട് ഒതുണ്ടാക്കുക എന്നല്ല, പൂർത്തിയാക്കി ഒതുണ്ടാക്കുക. അലൽ മകാരിഹ്, ഒതുണ്ടാക്കാൻ മടിയുള്ള സമയത്ത്. ഏതാ മടി? ഉറങ്ങാൻ പോവാണ്. ഒതുണ്ടാക്കിയോന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കണ്. ഉണ്ടാക്കിയ കോലോ ഫർളൊന്നും അല്ലല്ലോ, നിസ്കരിക്കാനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു പെടക്കല് വേണ്ട, കൂലി കിട്ടൂല. ഇസ്ബാഗുൽ വുളൂ, പൂർത്തിയാക്കി ഒതുണ്ടാക്കുക. കറണ്ട് തന്ന അല്ലാഹുവാണ്, വെള്ളം തന്ന അല്ലാഹുവാണ്, ടാങ്ക് തന്ന അല്ലാഹുവാണ്, വീട് തന്ന അല്ലാഹുവാണ്. ആ പടച്ചോന് വേണ്ടി കിടക്കുന്ന സമയത്ത് ഒന്നുണ്ടാക്കാൻ മടി. ഉണ്ടാക്കുന്ന ആളുകളോ ഉണ്ടാക്കിന്ന് വരുത്തി തീർക്കുക. എന്തിനാ സഹോദരന്മാരെ? ഇസ്ബാഗുൽ വുളൂ. ഈ മടി ഉണ്ടാവാൻ കാരണം എന്താ? ഒന്ന് സമയം, രണ്ട് ഉറക്കം. മോത്ത് കഴിയാനുള്ള ഉറക്കം പോകും. ഈ ഉറക്കം തരുവനാരാ? അല്ലാഹുവാണ്. നിങ്ങൾ നോക്കൂ, ഇഞ്ചക്ഷൻ ചെയ്ത്, കള്ള് കുടിച്ച്, മയക്കുമരുന്ന് ഉപയോഗിച്ച് ഉറങ്ങുന്ന മനുഷ്യന്മാരില്ലേ? ഉണ്ട്. ഉറക്കത്തിന് വലിയ അനുഗ്രഹം നോലോട് ചോദിച്ചു നോക്കിയിട്ട് പറയാ, ഇത് വെറുതെ തരിക അല്ലാഹു. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി കിടക്കുന്ന സമയത്ത് എപ്പോഴാണല്ലോ ഒന്നുണ്ടാക്കാൻ മടി തോന്നുമ്പോ പൂർണ്ണമായിട്ട് ഒന്നുണ്ടാക്കുക. അള്ളാഹിന്റെ അടുക്കൽ നമ്മളെ പാപം പൊറുക്കും, പദവി ഉയർത്തും. രണ്ട്, വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് വണ്ടിയായിട്ടല്ല നടന്നു പോവുക. തൊട്ടടുത്ത് കാണുന്ന പള്ളിയാണെങ്കിലും കൈനറ്റിക്കോട്ട് എടുത്തിട്ടാ പോവുക. നടന്നു പോണം. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ. നമ്മളെ പാപം പൊറുക്കും, പദവി ഉയർത്തും. അങ്ങനെ പള്ളിയിൽ 5 നേരം നടന്നു പോയിരുന്നെങ്കിൽ രാത്രി 3 മണിക്ക് എണീറ്റ് നടക്കേണ്ട ഗതികൾ ഉണ്ടാവില്ലല്ലോ. നമ്മളെ കേരളത്തിൽ എന്താ സ്ഥിതി? കേരളത്തിൽ എന്താ? ആണും പെണ്ണും നടക്കലല്ല, ഇപ്പൊ ചാടലാ. ചാടേണ്ടി വരും. വെള്ളം മുക്കില്ല, അടിച്ചു വാരുന്നില്ല, അമ്മിമ്മ നരക്കണില്ല, പിന്നെ ചാടെല്ലാം എന്താക്കുക? നമ്മളോ നടന്നു പോവില്ല. വണ്ടി, എന്തിനാ വണ്ടി? പള്ളിക്ക് നടന്നു പോണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. മൂന്നാമത്തത് ആരോടായി പറയണത്? ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിക്ക് ഇതിനെന്നെ സമയമല്ല കേട്ടാ, ഇതെന്നെ നിർവഹിക്കാൻ സമയമല്ല. ലാസ്റ്റ് പള്ളിയിൽ ഇങ്ങനെ ആൾ വന്നുകൊടുക്കല്ലേ. എന്താ കാരണം? തിരക്കാണ്. ഇത് കഴിഞ്ഞാലോ ഇടത്തെ ഭാഗത്ത് സലാം വീട്ടുമ്പോഴത്തേന് കയറ്റുമലെത്തി. എന്നിട്ട് ഓരോടൊപ്പം ഞാൻ പറയണത്, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം പ്രതീക്ഷിക്കുക. നിങ്ങളെന്റെയും ബാപ്പാര് ഇശാ നിസ്കരിക്കാണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിനോ? ചോദിച്ചു നോക്കി. എന്നിട്ട് ഓൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും സംഭവിച്ചോ? എന്തൊരു ബർക്കത്തായിട്ട് കിട്ടിയത്. നിങ്ങളമ്മ ഉണ്ടാക്കിയ കറിന്റെ രുചി നിങ്ങളെ പെണ്ണുങ്ങളുണ്ടാക്കിയ കറിക്കുണ്ടോ? നിങ്ങളമ്മയും ബാപ്പി കിടന്ന വീട്ടിൽ നിന്ന് സമാധാനം ടെറസിട്ട വീട്ടിലുണ്ടോ? ഏസിയുള്ള റൂമിൽ കിടന്ന് വേർക്കല്ലേ സഹോദരന്മാരെ ഞാൻ നിങ്ങളും? അല്ലേ? എല്ലാ സൗകര്യം ഉണ്ടായിട്ടും വിഷമവും ടെൻഷനായിട്ട് നടക്കല്ലേ. എന്താ കാര്യം എന്നറിയോ? ഇതൊക്കെ പടിയിറങ്ങിപ്പോയി. അവിടെ ഒന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വുളൂ എടുക്കുക. അതേറ്റവും പുണ്യകരമായ ഒരു പ്രവർത്തനമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ രൂപത്തിൽ മുഖത്തിന്റെ അതിർത്തി ഏതാ? മുഖത്തിന്റെ അതിർത്തി ഏതാ? ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, മുടി മുളച്ചത് മുതൽ താടിയലിന്റെ അറ്റം വരെ 1 ഇഞ്ച് സ്ഥലം നനഞ്ഞില്ലെങ്കിൽ ലാ സ്വലാത്ത ലിമൻ ലാ വുളൂ അല. മക്കൾ മനസ്സിലാക്കണം. ഇങ്ങനെ അങ്ങനെ ആക്കണ്ട. വെള്ളം എടുത്തിട്ടേ ഇവിടെ ഇങ്ങനെ ആക്കിയാ കഴുകണ്ട, നിസ്കരിക്കണ്ട, പള്ളിയിലും വരണ്ട. എന്താ കാര്യം? ഈ ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെ, മുടി മുളച്ചത് മുതൽ താടിയലിന്റെ അറ്റം വരെ, ഈ റൗണ്ടില് 1 ഇഞ്ച് സ്ഥലം നനഞ്ഞില്ലേ വുളൂഇല്ല. വുളൂ ഇല്ലെങ്കിൽ ലാ സ്വലാത്ത ലിമൻ ലാ വുളൂ അല. വുളൂ ഇല്ലാത്തവന് നമസ്കാരമേ ഇല്ല. ഉളൂ ഇല്ലാതെ സുജൂദ് ചെയ്താൽ മുശ്രിക്കാവും. മനസ്സിലായോ? മുട്ടും കൈയിന്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കഴുകുമ്പോ ഇവിടെ മടങ്ങും, ഇവിടെ നിർത്തി ഇവിടെ മടങ്ങി. കേട്ടോ, 2 സ്ഥലവും നന്നായി കഴുകിനോ? ഇല്ല. പീളക്കുഴി ഇവിടെയും ഇവിടെയും ശരിക്ക് കഴുകിക്കണോ? ഇല്ല. താടി
ചിക്ക കറ്റി കഴിക്കണോ? ഇല്ല. തല തടവലെന്ന് ഏറ്റവും വലിയ കള്ളന്മാര് തല എന്താ ഈ ഏർപ്പാട്? മനസ്സിലായില്ല. ചില മനുഷ്യന്മാര് തലട ഹിന്ദുക്കൾ ഇങ്ങനെ ആക്കല്. അതുപോലെ അങ്ങനെ തലടലില്ല. അങ്ങനെ തലടലല്ല. തല തടവുന്ന രൂപം വെള്ളം നനക്കുക, ഇങ്ങനെ ബാക്കോട്ട് കൊണ്ടുവരിക, അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുവരിക. അല്ലോ മുടി കേടുന്നില്ലേ? എന്നിട്ട് മുജാഹിദുകൾ നടത്തുന്ന കള്ളത്തരം താരങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ പോവും. ഇങ്ങോട്ട് വരുമ്പോ പിടുത്തം വിട്ടാ പിന്നെ മുടി കേട് വരൂലല്ലോ. എന്തിനാ സഹോദരന്മാരെ ഈ പണിക്ക് നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കൊണ്ടുവരുന്ന 3 വസ്തുക്കളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ പോയാലും കൂടെ കൊണ്ട് നടന്നത് 3 വസ്തു. ഒന്ന് പെന്ന്. പെന്നോ? അതെന്തിന്? എഴുതാൻ അറിയാത്ത മനുഷ്യൻ പെന്ന്. അതന്നെ. നമ്മൾ ബാങ്കിൽ പോകും, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ബാങ്കിലുണ്ടാവും, പെന്നുണ്ടാവില്ല. എന്നിട്ട് അവിടെ ഉണ്ടാവും ഒരു പെന്ന്, പിരാന്തം പെന്നെ കെട്ടിട്ട് മതി, കാരോണ്ട് കെട്ടിട്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക, മറ്റവനെ എഴുതി കഴിയാൻ കാർക്കാൻ വേറെ പെന്നില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അക്കൗണ്ടിലുണ്ട്, 1 ഉറുപ്പ്യന്റെ പെന്നില്ല. പെന്ന് കയ്യിൽ വേണം. എന്തിനറിയോ? എവിടെ വെച്ച് ഖുർആൻ ഇറങ്ങിയാലും ഖുർആൻ എഴുതുന്ന ആളുകൾ പേനല്ല എന്ന് പറഞ്ഞ് എഴുതാതെക്കരുത്. അതുകൊണ്ട് ഈ എഴുത്തറിയാത്ത മനുഷ്യൻ ഒരു പെന്നെപ്പോഴും കീശയിലിടും. രണ്ടാമത്തെ ചീർപ്പ. ഈ ചീർപ്പ് ഇതിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതു എടുത്താ മൊഴി ചെയ്യും. ക്ലാസ് എടുക്കുമ്പോ താടിയൊക്കെ നന്നാക്കും. എന്തിനാ അറിയോ? മനുഷ്യനെ ഉപലിക്കല്ലേ. കണ്ടോ? മൂന്നാമത്തെ എന്താ അറിയോ? ഒരു വടി. ഇതിനാ വടി? സഫ് ശരിയാക്കാൻ. മരുഭൂമിയിൽ വെച്ച് നമസ്കരിക്കുമ്പോ മുമ്പിൽ ഒരു മറയായി. ചില മനുഷ്യന്മാർ പള്ളിയിൽ ബാക്ക് നിസ്കരിക്കും, മുമ്പിൽ പന്ത് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു മറ വേണം. നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു മറ വേണം. അപ്പൊ അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് ഒളുവിന്റെ ശേഷമുള്ള ദുആ പ്രാർത്ഥിച്ചാൽ 8 വാതിലുകൾ, സ്വർഗത്തിന്റെ 8 വാതിലുകൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ഉളൂവിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി ബ്രഷ് ചെയ്യുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീശയിൽ എപ്പോഴും ബ്രഷ് ഉണ്ടാവും. 5 നേരം ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. ഒന്ന്, ഉളൂഇന്റെ മുമ്പ് ലൗലാ അശുഖ അലാ ഉമ്മത്തി ലഅമർതും ബിസിവാഖി മഅ കുല്ലി വുളൂഇൻ, എന്റെ ഉമ്മത്തിങ്ങൾക്ക് പ്രയാസകരമാവും എന്നെനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ. കാരണം നമ്മളെ പോലത്തെ മടിയന്മാരുണ്ടാവുന്നു അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. എന്ത്? വുളൂഇന്റെ ഫർള് 7 പാറ. ഇപ്പാറ 7ആകുമായിരുന്നു. 7ാമത്തത് മിസ്വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീട്ടിൽ നിന്ന് ഒരു യാത്ര പോവുകയാണെങ്കിൽ മിസ്വാക്ക് ചെയ്തിട്ട് ഇറങ്ങുക. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ആദ്യത്തെ പണി മിസ്വാക്ക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിസ്വാക്ക്. ഉളൂഇന്റെ മുമ്പ് മിസ്വാക്ക് വളരെ ശ്രേഷ്ഠമായ സുന്നത്ത. ചില മനുഷ്യന്മാര് ചില ബ്രഷോ അല്ലെങ്കിൽ ബ്രഷിന് സമാനമായ അറാക്കിന്റെ കഷ്ടമൊക്കെ കീശയിലിട്ട് നടക്കുന്നത് കാണുമ്പോ കളിയാക്കേണ്ട സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, നിങ്ങളെ കൊണ്ട് പറ്റില്ല, ചെയ്യണ്ട. ചെയ്യുന്ന ആളുകൾ ആക്ഷേപിക്കണ്ട. മുഅക്കദായ സുന്നത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 1/2 മണിക്കൂർ മുമ്പ് അവസാനമായി ചെയ്ത സുന്നത്ത് ഇതാ. അറിയോ? മരിക്കണ സമയം നേരത്തെ പറഞ്ഞല്ലോ. എത്ര നിസ്സഹായനാ മനുഷ്യൻ, എത്ര ക്ഷീണും ബുദ്ധിമുട്ടും വേദനയുണ്ട്. നിങ്ങളിൽ 5 അറബികൾക്ക്, നിങ്ങളിൽ 5 ആളുകൾക്ക് താങ്ങാൻ കഴിയാത്ത വേദന ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ നേതാവ് പറഞ്ഞതാ. ആയിഷ റളിയല്ലാഹുവിന്റെ മാറിലേക്ക് തല ചായ്ച്ച് വളരെ ക്ഷീണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ ഇന്നി ലഅജിദു അലമു ത്വഅമുൽ ലദി അകൽതു ബി ഖൈബറ. ഖൈബർ യുദ്ധത്തിൽ വന്ന് തിരിച്ചു വരുമ്പോ ജൂതയായ ആ പെണ്ണ് സൽക്കരിച്ച ആട്ടുമാംസത്തിലെ വിഷം ആയിഷ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നോക്കൂ നിങ്ങൾ, ഖൈബർ യുദ്ധത്തിന് പോയി വരുമ്പോഴേ ജൂതയായ പെണ്ണ് സൽക്കരിച്ചതാ ഏറ്റവും കടുപ്പുള്ള വിഷട്ട ആട്ടിന്റെ മാംസം. ഒരു കഷ്ണം വായിലിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചു, കീപ്പട്ടിറക്കിയില്ല. പക്ഷേ തന്റെ ഉമിനീരിന്റെ കൂടെ ആ വിഷത്തിൽ നിന്ന് തന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ വിഷാംശം മരണസമയത്ത് പ്രവാചകനെ ബുദ്ധിമുട്ടാക്കി. അത് റസൂൽ പറയാ, ഇന്നി ലഅജിദു അലമു ത്വഅമുൽ ലദി അകൽതു ബി ഖൈബറ. ആ സമയത്ത് പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യന്റെ ആങ്ങള, ഞങ്ങളുടെ നാട്ടിൽ അളിയെന്നാ പറയാ. പ്രവാചകൻ കിടക്കുന്ന റൂമിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അറാക്ക് കഷ്ണമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാക്കിലേക്ക് താല്പര്യത്തോടെ നോക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. ആയിഷ റളിയല്ലാഹു മനസ്സിലായി, പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അതാണ് ഒരു ഭാര്യ. ഭർത്താവ് പറയാതെ
ഭർത്താവ് പറയാതെ ഭർത്താവിന്റെ ആവശ്യവും ഭർത്താവിന്റെ ഫീലിങ്സും ഭർത്താവിന്റെ മനസ്സും വായിച്ചറിയാൻ കഴിയുന്നവളാണ് ഒരു ഭാര്യ. നമ്മളെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവൂല. ആയിഷ റളിയല്ലാഹു അൻഹ ആ നോട്ടത്തിന് മനസ്സിലാക്കി. അങ്ങനെ അത് വാങ്ങി നോക്കുമ്പോൾ ഇതിന്റെ തല ഭയങ്കര കട്ടി പരിപരുത്തതാ. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ പല്ലുകൊണ്ട് കടിച്ച് പദം വരുത്തി പ്രവാചകന് ബ്രഷ് ചെയ്തു കൊടുത്തു. ആ ബ്രഷ് ചെയ്തതിനു ശേഷം അരമണിക്കൂറിലധികം നമ്മുടെ നേതാവ് ജീവിച്ചിരുന്നിട്ടില്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന്റെ തൊട്ടു മുമ്പ് ചെയ്ത സുന്നത്ത് എത്ര ലാഘവത്തോടെയാണ് സഹോദരങ്ങളെ നമ്മൾ അവഗണിക്കുന്നത്. വീട്ടിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്ന് ഒന്നുണ്ടാക്കുകയാണ്. രാവിലെ നീറ്റാ ബ്രഷ് ചെയ്യൂ, ഇല്ലാന്ന് ഞാൻ പറയില്ല. ളുഹറിനൊന്നുണ്ടാക്കുമ്പോഴോ അസറിനൊന്നുണ്ടാക്കുമ്പോഴോ മഗ്രിബിനൊന്നുണ്ടാക്കുമ്പോഴോ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും പഠിച്ചോനെ ബ്രഷ് ഇവിടെ ഉണ്ടല്ലോ, ഇത്രയും ശ്രേഷ്ഠമായ ഒരു സുന്നത്തല്ലേ, ശ്രദ്ധിക്കലുണ്ടോ? ഇല്ല. എന്താ കാരണം? എന്തിനാന്നറിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെന്നും അറിയില്ല. അപ്പൊ എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കർമ്മവും ചെയ്യാൻ. അപ്പൊ വുളൂഇന്റെ എല്ലാ അവയവങ്ങളും, കഴുകേണ്ട അവയവങ്ങള്, തടവേണ്ട അവയവം, കാൽ വിരലുകൾക്കിടയിൽ കൈവിരലിട്ട് കഴുകണം. പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് അയിമൽക്ക് കാലിങ്ങനെ വെച്ച് മറ്റോന്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കല്ല. ഓരോ വിരലിന്റെ ഇടയിലും കാൽ വിരലുകളിട്ട് കഴുകണം. ആരാ വിരൽ? നിങ്ങൾ നോക്കി ഒന്നുണ്ടാക്കി, നിങ്ങൾ നോക്കി ഒരു 10 മിനിറ്റാണ് നോക്കി ഒന്നുണ്ടാക്കണം മനുഷ്യന്മാര്. കുറച്ച് വെള്ളം ഇങ്ങനെ ഇട്ട് കാലിങ്ങനെ ചവിട്ടി കൂട്ടുക, അങ്ങനെ ഏർപ്പാടുണ്ടോ? ചവിട്ടി കൂട്ടുക. സഹോദരന്മാരെ, ഇത് നമസ്കാരത്തിന്റെ താക്കോല. അത്തഹൂറു മിഫ്താഹു സ്വലാ. നമസ്കാരത്തിന്റെ താക്കോലാണ് ശുദ്ധി. അത് ശരിയാവാത്തവന് നമസ്കാരമില്ല. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി, പ്രാധാന്യം മനസ്സിലാക്കി, പ്രതിഫലം മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുക. എന്നിട്ടാണ് നമസ്കരിക്കാൻ പോകേണ്ടത്. വുളൂഇന്റെ മുമ്പ് ബിസ്മി ചൊല്ലിയില്ലേ? ഓൻക്ക് ഒന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൈ കഴുകുന്ന ആദ്യ സമയത്ത് പറഞ്ഞിട്ടില്ലേ? അവന് ഉളൂ ഇല്ല. ഉളൂ ഇല്ലാത്തവന് നമസ്കാരമില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളൊക്കെ അപ്പം വിസ്മയിക്കണോ? ചിലവർ അഴുതുമില്ല, അത് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉളൂഇന്റെ മുമ്പ് ബിസ്മി ചൊല്ലണം. അത് വളരെ നിർബന്ധമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന്, വെള്ളം അമിതമായി ചെലവഴിക്കാനും പാടില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്തറിയിച്ചാണ്. അദ്ദേഹം ഒന്നുണ്ടാക്കുമ്പോ 3 വട്ടം കഴുകേണ്ടതിന് പകരം 4 വട്ടം കഴുകി. 1 വട്ടം കൂടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ അല്ല, ഇസ്രാഫ് പാടില്ല, വെള്ളത്തിൽ ധൂർത്ത് പാടില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അഫിൽ മാഇ സറഫുൻ യാ റസൂലല്ലാഹ്, വെള്ളത്തിലുണ്ടോ ധൂർത്ത്? അതെ. നീ ഒഴുകിപ്പോകുന്ന ആഴമേറിയ പുഴയിൽ ഇറങ്ങി നിന്നാണ് ഒതുവെടുക്കുന്നതെങ്കിലും നിനക്കാവശ്യമുള്ളത് മാത്രമേ നീ എടുക്കാവൂ. വെള്ളം ശ്രദ്ധിക്കണം. അങ്ങനെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ ആ ഒതുവെടുത്ത് അതിന്റെ ശേഷമുള്ള ദുആ അടി ചൊല്ലിയാൽ 8 വാതിലുകൾ തുറക്കും. രണ്ടാമത്തതോ ഹല്ലത്ത് ലഹു ശഫാഅത്തി, നാളെ പരലോകത്ത് പ്രവാചകന്റെ ശുപാർശ നമുക്ക് അനുവദനീയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഈ ദുനിയാവിൽ വെച്ച പ്രാർത്ഥന എടുത്തുപയോഗിച്ചു പോയി. എന്റെ പ്രാർത്ഥന ലഖദ് ഖതബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിന് ശുപാർശ പറയാൻ ഞാൻ ആ പ്രാർത്ഥന പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടും. അതുകൊണ്ട് ഈ രൂപത്തിൽ ശ്രദ്ധിച്ച് ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് ഒരു ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ജീവിച്ച് അള്ളാന്റെ അടുക്കൽ വിജയിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ഒരു സംഗതി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പള്ളിയിലേക്ക് നടന്നു പോവുക. ഒരുപാട് പ്രതിഫലമുണ്ട്. ഒരുപാട് പ്രതിഫലം പറഞ്ഞ സംഗതിയാണ് പള്ളിയിലേക്ക് നടന്നു പോകുന്നത്. ഒന്ന്, ആ നടന്നു പോകുന്ന വഴിയിലുള്ള ചരാചരങ്ങൾ നമുക്ക് ഈമാനുണ്ട് എന്നതിന് പരലോകത്ത് സാക്ഷി പറയും. 2, പോകുന്നതിനൊരു സൽക്കാരം,
തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിന് മറ്റൊരു സൽക്കാരം സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെക്കും. സഹോദരന്മാരെ, മുഖ്യമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ താമരശ്ശേരി ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ കയറാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരു യാത്ര ഉണ്ടായിരുന്നു. അവരെന്റെ പ്രത്യേകം ഞാൻ വിചാരിച്ച ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ, എനിക്കത് കയറാൻ തന്നെ പറ്റില്ല. ഒരു മുഖ്യമന്ത്രിന്റെ കൂടെ ചായ കുടിക്കാൻ ഈ തിരക്കോ? എന്നാ പരലോകത്ത് സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടാവും? മുഴുവൻ പ്രവാചകന്മാരും ഉണ്ടാവും, മുഴുവൻ സഹാബികളുണ്ടാവും, മറിയം ബീവി ഉണ്ടാവും, ആസിയ ബീവി ഉണ്ടാവും. ആ സദസ്സിൽ ഒരു സൽക്കാരം ആർക്ക്? പള്ളിയിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ഇതൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തനത്തിൽ പകർത്തി അള്ളാന്റെ തൃപ്തി കിട്ടുന്ന അടിമകളായി ജീവിച്ച് മരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അള്ളാഹുവെ, ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ കുടുംബസമേതം നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. യഥാർത്ഥമായി ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാവിധ കഷ്ടപ്പാടിൽ നിന്ന്, മാറാവ്യാധി മാരക രോഗത്തിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബം ഇസ്ലാമിക കുടുംബമാക്കണേ തമ്പുരാനെ. കുടുംബ സമേതം സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.